നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉൽപാദനം കൂടി, കോഴിയിറച്ചി വില താഴേക്ക്. കോഴിയിറച്ചി വില കിലോയ്ക്ക് 120 രൂപ മുതൽ 150 രൂപ വരെ. മലപ്പുറത്തെ സത്യാഗ്രഹ സമരപന്തൽ പുനർനിർമ്മിക്കുന്നത് വിലക്കിയ അധികൃതർക്കെതിരെ തിരുനാവായയിൽ പ്രതിഷേധം. നാടൊന്നാകെ ഒപ്പം നിന്നു. അജയൻ സ്വീഡനിലേക്ക്. RMS കേന്ദ്രം പൊളിച്ചു മാറ്റാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്ന് DYFI. തിരൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം. RMS കെട്ടിടം പൊളിച്ചു തുടങ്ങി. ിന് കൈത്താങ്ങായി താനാളൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചു. വിശദമായ വാർത്തകൾ. സംസ്ഥാനത്ത് ഉൽപാദനമുയരുകയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവയുടെ വില കുറയുകയും ചെയ്തതോടെ വിപണിയിൽ ചിക്കൻ വില താഴേക്ക്. റീറ്റെയിൽ വിപണികളിൽ ഇപ്പോൾ കോഴിയിറച്ചി കിലോയ്ക്ക് 120 മുതൽ 150 വരെയാണ് വിൽക്കുന്നത്. നേരത്തെ 200 മുതൽ 240 രൂപ വിലയായിരുന്നു. വില കുറഞ്ഞതോടെ കോഴിയിറച്ചി വിൽപ്പന ഇരട്ടിയായി ഉയർന്നു. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് സംസ്ഥാനത്തെ ഫാമുകളിൽ ചിക്കൻ ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചത്. ഇത് കോഴി കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകി. ഇതിനിടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കോഴികളുടെ വില പകുതിയായി കുറച്ചതോടെ പൊതുവിപണിയിലെ വില താഴേക്ക് പതിച്ചു. മെയ് അവസാനം വരെ കിലോയ്ക്ക് 220 മുതൽ 240 രൂപ വരെ വിലയുണ്ടായിരുന്നു. ജൂണായതോടെ 200ലേക്കും 190ലേക്കുമായി കുറഞ്ഞു. ജൂലൈ 170 മുതൽ 190 രൂപയായിരുന്നു പ്രാദേശിക വിപണിയിലെ വില. ആഗസ്റ്റ് ആദ്യവാരത്തോടെ വില കുറഞ്ഞ് 120 വരെയായി. ശനിയാഴ്ച പ്രാദേശിക വിപണിയിൽ 10 മുതൽ 15 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കച്ചവടക്കാർ അറിയിച്ചു. കോഴിക്കോട് വില കുറഞ്ഞത് പ്രാദേശിക കർഷകർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഒരു കോഴിയെ വളർത്തി വിപണിയിലെത്തിക്കാൻ കർഷകന് 90 മുതൽ 110 രൂപ വരെ ചെലവ് വരുന്നുണ്ട്. വില കുറഞ്ഞതോടെ കർഷകർ പ്രതിസന്ധിയിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ നഷ്ടം ഇരട്ടിക്കും. കേരളത്തിലെ കർഷകർ കോഴിക്കുഞ്ഞുങ്ങൾക്കും തീറ്റയ്ക്കുമെല്ലാം അയൽ സംസ്ഥാനങ്ങളിലെ ഹാച്ചറി യൂണിറ്റുകളെയും കമ്പനികളെയുമാണ് ആശ്രയിക്കുന്നത്. സംസ്ഥാനത്തിന് മാത്രമായി ഹാച്ചറി യൂണിറ്റുകളും സംവിധാനങ്ങളും വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും നടപ്പായില്ല. ന്യൂസ് ബ്യൂറോ വെട്ടം. മലപ്പുറത്തെ മദ്യനിരോധന സമിതിയുടെ സത്യാഗ്രഹ സമരപന്തൽ പുനർനിർമ്മിക്കുന്നത് വിലക്കിയ അധികൃതർക്കെതിരെ തിരുനാവായ പഞ്ചായത്ത് മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മാരകത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 14 സത്യാഗ്രഹത്തിന്റെ വാർഷികാഘോഷം നടക്കാനിരിക്കെ സമരപന്തൽ നവീകരിക്കുന്നത് തടഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് നീതീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് KT മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. മദ്യനിരോധന സമിതി പഞ്ചായത്ത് പ്രസിഡന്റ് മുളയ്ക്കൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TV ജലീൽ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ CK കുഞ്ഞിമുഹമ്മദ്, സഹീർ താനൂർ, താലൂക്ക് ഭാരവാഹികളായ അബ്ദുൾ റഹിമാൻ, വള്ളിക്കാഞ്ഞിരം, P ഹംസ, പഞ്ചായത്ത് ഭാരവാഹികളായ ബാവ പൊറ്റമ്മൽ, കുഞ്ഞിൻ കൈത്തക്കര, EPL ലത്തീഫ്, KT കരീം, ഷംസുദ്ദീൻ പള്ളാർ, PV യൂനസ്, M റിയാസ് എന്നിവർ പ്രസംഗിച്ചു. വെട്ടന്യൂസ് തിരുനാവായ. സ്വീഡനിൽ ഓഗസ്റ്റ് 18 മുതൽ 25 വരെ നടക്കുന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ മത്സരിക്കാൻ വെട്ടമാലിശ്ശേരിയിലെ ബാർബർ തൊഴിലാളിയായ അജയൻ യാത്ര തിരിച്ചു. സെലക്ഷൻ ലഭിച്ചുവെങ്കിലും സ്വീഡനിലേക്ക് പോകാൻ പണമില്ലാതെ നിരാശനായ അജയനെക്കുറിച്ച് വെട്ടൻ ടെലിവിഷൻ ഉൾപ്പെടെ വാർത്ത നൽകിയിരുന്നു. തുടർന്ന് നാടൊന്നാകെ സഹായവുമായി എത്തിയതോടെയാണ് യാത്രാ ചെലവിനുള്ള പണം സ്വരൂപിച്ചത്.
സ്വീഡനിലെത്തി 10,000 മീറ്റർ ഓട്ടത്തിലും 5,000 മീറ്റർ ഓട്ടത്തിലും പങ്കെടുക്കാൻ ഇദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ചെലവ് വരുമായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേർന്ന് ടി മുഹമ്മദ് ഷംസാദ് ചെയർമാനും പി കരീംകുട്ടി കൺവീനറുമായുള്ള കമ്മിറ്റിയുണ്ടാക്കുകയുമായിരുന്നു. ആലിശ്ശേരി വനിതാ സഹകരണ സംഘം, DYFI, APJ അബ്ദുൽ കലാം ട്രസ്റ്റ്, തിരൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ക്ലാസിക് വെട്ടം തുടങ്ങി നിരവധി സ്ഥാപനങ്ങളും സംഘടനകളും അജയന് സാമ്പത്തിക സഹായം നൽകി. വെട്ടം ആലിശ്ശേരിയിൽ പൗരാവലി നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ തിരൂർ DYSP KM ബിജു അജയനെ പൊന്നാടയണിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു. പി കരീംകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ടി മുഹമ്മദ് ഷംസാദ്, വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി, പി നാസർ, പി പ്രജീഷ്, അജയൻ വെട്ടൻ എന്നിവർ പ്രസംഗിച്ചു. ലഹരിക്കെതിരെ പോരാടുന്ന അജയൻ 2022 ഡിസംബർ 31 തന്റെ 60ാം പിറന്നാൾ ദിനത്തിൽ ലഹരി ബോധവൽക്കരണത്തിനായി 60 കിലോമീറ്റർ ഓടി ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. ലഹരിക്കെതിരെ ചങ്കുവെട്ടി മുതൽ കോട്ടയ്ക്ക് വരെ മാരത്തോണിലും തലശ്ശേരിയിൽ നടന്ന മാരത്തോണിലും ഇദ്ദേഹം പങ്കെടുത്തു. എൻ്റെ ശാരീരികമായിട്ടുള്ള കഴിവ് മാത്രമേ ഈ യാത്രയിലുള്ളൂ. മറ്റുള്ള എല്ലാ പ്രേരണകളും പ്രചോദനങ്ങളും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുടെതാണ്, എൻ്റെ നാട്ടുകാരുടെയാണ്. ഞാൻ എൻ്റെ നാടിനെ പ്രതിനിധീകരിച്ചിട്ടാണ് പോകുന്നതല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അല്ല. സ്വീഡനിൽ പോയാലും അവിടെ ഞാൻ മത്സരിക്കുന്നത് എൻ്റെ വെട്ടത്തിന് വേണ്ടിയിട്ടും എൻ്റെ കേരളത്തിന് വേണ്ടിയിട്ടും ആണ് എന്ന് പ്രത്യേകം പറയുകയാണ്. ഈ സ്വീകരണം എനിക്കൊരു യാത്രയപ്പ് നൽകിയ എല്ലാവർക്കും എൻ്റെ അധികമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഓട്ടം ഇപ്പോൾ ലഹരിക്കെതിരെ ആണ് എന്നുള്ളതാണ്. നമ്മുടെ നാടിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നാടിനെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യമാണ് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും എല്ലാം ഉപയോഗം. ചെറിയ കുട്ടികൾ മുതൽ പ്രായവ്യത്യാസമില്ലാതെ ഇതിൻ്റെ അടിമ ആവുകയും വീടിനും കുടുംബത്തിനും നാടിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ. 4 ദിവസം മുമ്പ് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു 12 ഗ്രാം MDMA ആയിട്ട് ഒരു ടീമിനെ നമ്മൾ പിടിച്ചു. ന്യൂസ് ബ്യൂറോ വെട്ടം. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന തപാൽ വകുപ്പിന്റെ RMS കേന്ദ്രം പൊളിച്ചുമാറ്റാനുള്ള നടപടി പ്രതിഷേധാർഹമാണെന്ന് DYFI തിരൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി P സുമിത്ത്. നോട്ടീസ് നൽകാതെയാണ് കെട്ടിടം പൊളിക്കുന്നത്. റെയിൽവേ ജനപ്രതിനിധികൾക്ക് കൊടുത്ത വാക്ക് നിറവേറിയില്ലെന്നും RMS കെട്ടിടം നിലനിർത്താനായി DYFI സമരമുഖത്തുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂരിലെ RMS സംവിധാനത്തെ തകർക്കുന്ന രീതിയിലേക്കാണ് ഈ റെയിൽവേ സംവിധാനം ഇവിടെ പുതിയ നടപടിയെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റെയിൽവേയുടെ അടുത്തുള്ള RMSന്റെ ഓഫീസ് ഉൾപ്പെടെ പൊളിച്ചു നീക്കണമെന്ന് റെയിൽവേ പറയുന്ന സമയത്ത് ഇടതുപക്ഷ യുവജന സംഘടന ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തന്നെ സമരരംഗത്തുണ്ടാവുകയും അതിന്റെ ഭാഗമായി ഈ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ MP അബ്ദുൽ സമദാനി ഉൾപ്പെടെ ഇടപെട്ട് ഈ സംവിധാനത്തെ തിരൂരിൽ തന്നെ നിലനിർത്തും എന്നാണ് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറുകാർ അത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഇവിടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജനപ്രതിനിധികൾ കൊടുത്തിരിക്കുന്ന വാക്ക് റെയിൽവേ ധിക്കാരപൂർവമായി അത് അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ധിക്കാരപരമായിരിക്കുന്ന നടപടികൾക്കെതിരെ കൃത്യമായി തന്നെ ഇടപെടാൻ യുവജന സംഘടനകൾ എന്ന രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ RMS എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട RMS ആണ്. നിലമ്പൂർ മുതൽ തീരദേശം വരെയുള്ള പ്രദേശങ്ങൾക്കകത്ത് കത്തിടപാടുകൾ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് ഏറ്റവും നല്ല സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ് RMS. ഇന്ന് വരുന്ന സമയത്ത് അവർക്ക് നോട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല. അത് കൃത്യമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന എല്ലാ മെയിലുകളും ഇവിടെ വാങ്ങി വെക്കുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ ഉള്ള സമയത്താണ് പെട്ടെന്ന് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് പൊളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ ചെറുക്കുവാൻ, അതിനെ പ്രതിരോധിക്കുവാൻ ഈ തിരൂരിനകത്തെ യുവജന സംഘടന പൊതുസമൂഹത്തോടൊപ്പം നിൽക്കും എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ശക്തമായ സമരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ നാടിനകത്തെ നല്ലവരായ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും DYFIക്ക് വേണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന തപാൽ വകുപ്പിന്റെ RMS കേന്ദ്രത്തിന്റെ ഒരു ഭാഗം
പൊളിച്ചു തുടങ്ങി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിക്കുന്നത്. എന്നാൽ ഇത് കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് റെയിൽവേ അറിയിച്ചു. നിലവിൽ 40% ഭാഗമാണ് പൊളിക്കുന്നത്. കെട്ടിടത്തിന്റെ 60% ഭാഗത്ത് കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടരാൻ സാധിക്കുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷനിൽ മധ്യഭാഗത്തായി നിർമ്മിച്ച പുതിയ നടപ്പാലത്തിലേക്ക് എക്സലേറ്റർ നിർമ്മിക്കുന്നുണ്ട്. ഇത് RMS പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതിനുവേണ്ടിയാണ് ഇപ്പോൾ കെട്ടിടം പൊളിക്കുന്നത്. കെട്ടിടത്തിലെ സബ് റെക്കോർഡ് ഓഫീസിന്റെ 3/4 ഭാഗവും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഹാളും 2 ശുചിമുറികളുമാണ് പൊളിച്ചത്. നേരത്തെ RMS കേന്ദ്രം ഒഴിഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ എഞ്ചിനീയറിംഗ് വിഭാഗം കത്ത് നൽകിയിരുന്നു. ഇത് വിവാദമായതോടെ MP അബ്ദുസമദ് സമദാനി അടക്കമുള്ളവർ ഇടപെടുകയും കേന്ദ്രം മാറ്റില്ലെന്ന് റെയിൽവേ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. അമൃത് ഭാരത് പദ്ധതി വഴിയുള്ള നിർമ്മാണങ്ങൾക്ക് ശേഷം സ്റ്റേഷനിൽ തന്നെ ഒരു ഭാഗം RMS കേന്ദ്രത്തിന് വിട്ടു നൽകുമെന്നും റെയിൽവേ ഉറപ്പു നൽകിയിട്ടുണ്ട്. വെട്ട ന്യൂസ്, തിരൂർ. വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താന്നാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ സംഭാവന നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന് ചെക്ക് കൈമാറി. വയനാടിന് കൈത്താങ്ങായി താന്നാളൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന് ചെക്ക് കൈമാറി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ അമീറ, KV സീനി, ഭരണസമിതി അംഗങ്ങളായ എടമരത്ത് അബ്ദുൾ റസാഖ്, T സൈദലവി എന്ന കുഞ്ഞിപ്പ, M മുഹമ്മദ് റാഫി, KV ലൈജു, സെക്രട്ടറി പ്രേമരാജൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫാസിൽ എന്നിവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ്, താന്നാളൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.